വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 3-ാം ദിവസം. അനുസരണത്തിൻ്റെ മാതൃകയായ യൗസേപ്പ്. ദൈവവചനം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ധ്യാനം. വിലയേറിയ ഒരു മൂല്യമാണ് അനുസരണം. സ്വന്തം ഇഷ്ടത്തെ മാറ്റി നിർത്തി മറ്റൊരാളുടെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങാൻ ദൈവൈക്യം കൂടിയേ തീരൂ. നാം വിശ്വാസമർപ്പിക്കുന്നവരെ നമുക്ക് അനുസരിക്കാനാകും. യൗസേപ്പ് ദൈവത്തിലർപ്പിച്ച വിശ്വാസം വളരെ ഉന്നതമായിരുന്നു. അതിനാൽ ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ കഴിഞ്ഞു. ജീവിത വഴികളിൽ ഈ മൂല്യം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന സമയത്തും നമുക്കതിനാകില്ല. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചതിനാൽ സ്വപ്നങ്ങളിൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങളെ ഗൗരവമായി എടുക്കാൻ യൗസേപ്പിന് കഴിഞ്ഞു. ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം എല്ലാം നൽകിയിരുന്നു. പറുദീസയിൽ എല്ലാ ഫലങ്ങളും സന്തോഷത്തോടെ ആസ്വദിക്കണമെങ്കിൽ ഒരു ഫലം മാത്രം ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാണ് പിശാച് പ്രത്യക്ഷപ്പെട്ടത്. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയാണ് കൗശലക്കാരനായ സർപ്പം മനുഷ്യനെ വഞ്ചിച്ചത്. ദൈവം വിശ്വസിക്കാൻ കൊള്ളാത്തവനും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തവനുമാണെന്ന് ആക്കി തീർത്തു. മാത്രമല്ല, ദൈവത്തെ നുണയനാക്കിക്കൊണ്ട് നുണയുടെ പിതാവ് ദൈവവുമായി പിശാച് സ്വാതന്ത്ര്യം തരുന്നവനും ദൈവം കർക്കശക്കാരനുമായി. ഓ വിശ്വസ്തനായ യൗസേപ്പേ, നീ ദൈവത്തെ എത്രയോ മാനിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആദ്യ മാതാപിതാക്കൾ അവിശ്വസിച്ചു, ഈശോയുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ദൈവീക സന്ദേശങ്ങളെ എത്ര ഗൗരവത്തോടെയാണ് നീ സ്വീകരിച്ചത്. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ള ഹൃദയം നിനക്കുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നിദ്രയിൽ കിട്ടുന്ന സന്ദേശങ്ങളെ അനുസരിക്കാൻ നിനക്കായത്. 4 പ്രാവശ്യം ദൈവദൂതരിലൂടെ ദൈവം യൗസേപ്പിനോട് സംസാരിച്ചതായി കാണുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ട്, ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ നിർദ്ദേശിച്ചുകൊണ്ട്, ഇസ്രായേലിലേക്ക് മടങ്ങി വരാൻ കൽപ്പിച്ചുകൊണ്ട്, നസ്രത്തിൽ ചെന്ന് പാർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചു. അനുസരണം സ്നേഹപൂർവമായ കീഴ്വഴങ്ങൽ അല്ലാതെ മറ്റെന്താണ്? അതിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ കഴിയൂ. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മാത്രമേ ദൈവകൽപ്പനകളും സന്ദേശങ്ങളും സ്നേഹത്തോടെ അനുസരിക്കാൻ കഴിയൂ. ഈശോ നസ്രത്തിൽ രഹസ്യ ജീവിതത്തിനിടയിൽ അപ്പായുടെ കീഴിലിരുന്ന് ഒരുപാട് പഠിച്ചു. അനുസരിക്കാനും സ്വീകരിക്കുവാനും യൗസേപ്പ് അവനെ അഭ്യസിപ്പിച്ചു. ഗത്സമനിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനും മരണത്തോളം അനുസരിക്കുവാനും എളുപ്പം ഈശോയ്ക്ക് കഴിഞ്ഞു എന്നോർക്കുക. ദൈവീക നിയമങ്ങളും സഭയുടെ പ്രമാണങ്ങളും എല്ലാം സ്വാതന്ത്ര്യത്തെ ചൊല്ലി തട്ടിമാറ്റുന്ന ഈ കാലത്ത് യൗസേപ്പിൽ നമുക്ക് അഭയം ഗമിക്കാം. യൗസേപ്പ് നല്ലൊരപ്പനായിരുന്നു, അനുസരണയുള്ള അപ്പൻ. അപ്പൻ അനുസരിക്കാത്ത ദൈവീക നിയമങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൻ വിശ്വാസമർപ്പിക്കാത്ത ദൈവത്തിൽ
കുഞ്ഞുങ്ങൾക്ക് അഭയം തേടാൻ തോന്നില്ലല്ലോ. യോസേപ്പിൻ്റെ വിശ്വാസം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെയും തിരുസഭയെയും അനുസരിക്കണമെന്ന സത്യം വളർത്തിയെടുക്കാൻ വിശുദ്ധ യോസേപ്പേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.